നമുക്കിന്ന് നഷ്ടപ്പെടുന്നത് കൂടിക്കാഴ്ചകളാണെന്നും മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കാനും കൂടിക്കാണാനുമുള്ള അവസരം തരാത്ത ഭരണാധികാരികളാണ് ഇന്ന് നമ്മുടെ ശാപമെന്നും ചലച്ചിത്ര നടൻ ജോയ് മാത്യു പറഞ്ഞു. ഗാന്ധിജി തൃശൂരിൽ വന്ന് പ്രസംഗിച്ചതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച സത്യത്തിന്റെ പ്രതിധ്വനികൾ ഒരു ചരിത്ര സന്ദർശനത്തിന്റെ ഓർമ്മ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുക്കുന്ന ഭരണാധിപനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് അഹോരാത്രം പണിയെടുക്കുന്ന ആശാവർക്കർമാരെ ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കാത്ത ഒരു ഭരണാധിപന്റെ നാട്ടിൽ ജീവിക്കുന്നതാണ് ഈ ദിവസം ഏറ്റവും അപമാനകരമായി തോന്നുന്നത് എന്നും ജോയ് മാത്യു പറഞ്ഞു. കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് നമ്മളൊക്കെ ആരോഗ്യം സുരക്ഷ വരുത്തി കോവിഡ് കാലത്തും ദുരാനന്തര കാലത്തും അഹോരാത്രം ജോലിയെടുത്ത ആശാവർക്കർമാരെ ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കാൻ കഴിയാത്ത ഒരു ഭരണാധിപന്റെ നാട്ടിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ഈ ദിവസം എനിക്ക് അപമാനകരമായി തോന്നി. ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണാധികാരിയായ ഉമ്മൻചാണ്ടിയെ ആർക്കും എപ്പോഴും പോയി കാണാനും പരാതി കൊടുക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ പാരമ്പര്യത്തിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നിലും ഇടപെടാത്ത അതിബുദ്ധിമാന്മാരാണ് സിനിമാക്കാരെന്നും താനൊരു മണ്ടനാണ്, അതുകൊണ്ടാണ് സാമൂഹിക പ്രശ്നങ്ങളിലും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിലും പങ്കെടുക്കുന്നത് എന്നും മറ്റുള്ള സിനിമാക്കാരിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നത് എന്നും സമൂഹത്തിൽ നടക്കുന്ന ഒരു തിന്മ കണ്ടാൽ അത് തിന്മയാണെന്ന് പറയാനും അനീതിയാണെന്ന് പറയാനും കുറച്ച് ധൈര്യം വേണമെന്നും ജോയ് മാത്യു അഭിപ്രായപ്പെട്ടു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. കവി അൻവർ അലി മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് തേർമിൽ രാമകൃഷ്ണൻ, TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, PA മാധവൻ, ജോസ് വള്ളൂർ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, MP സുരേന്ദ്രൻ, IP പോൾ, ജോൺ ഡാനിയൽ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV.